എന്നല്ല ഏത് അമിട്ടിലാണെങ്കിലും ഞാൻ ഒരു ടി വിയിൽ പണിയെടുക്കുമ്പോൾ ആ ടി വി എനിക്ക് തരാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം. യു ഡോണ്ട് ഹാവ്. then you fuck with the mic man. You just do the act. ഇത് നമ്മൾ ചെക്ക് ചെയ്തു. കലാകാരന്മാരെ എന്നും മലയാളികള് അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ മുകളിലോട്ട് കയറി വന്ന ഒരു പാട്ടുകാരനാണ് ദപ്സി. ദപ്സി, നിന്റെ പാട്ടുകളൊക്കെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്നെ അംഗീകരിച്ചു, നിന്നെ നല്ല നിലയിൽ തന്നെ മലയാളികള് ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിന്റെ വാദം ന്യായമാണ്. ഒരു പാട്ടുകാരനാകുമ്പോൾ അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ കിട്ടണം, അത് ശരി തന്നെയാണ്. പക്ഷെ എന്തിനും ഏതിനും പറയുന്നതിനൊരു മാന്യതയുണ്ട്. താങ്കൾ ആ സ്റ്റേജിൽ അവിടെ നിന്ന് കാണിച്ച ഈ ഷോയെ വളരെ കൃത്യമായിട്ട് ഞാൻ പറയും, ഒരു പട്ടി ഷോ എന്ന് തന്നെ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ, ഒന്നാമത്തെ പാട്ടുകാരനൊന്നും അല്ല ഡപ്സി. ഡപ്സി നല്ലൊരു പാട്ടുകാരനാണ്, കഴിവുള്ള ഒരാളാണ്. ഒരുപക്ഷെ താങ്കൾ ആ സംസാരിച്ച ആ താങ്കളുടെ സൗണ്ട് എഞ്ചിനീയർ നിന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കാം. അദ്ദേഹത്തിനോട് അല്പം മാന്യമായിട്ട് പ്രതികരിക്കാം, മാന്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാം. ഒരുപാട് ഗായകന്മാർ ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവർ സംസാരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് വരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു മാന്യത ഉണ്ട് ബ്രോ. നിങ്ങൾ വന്നിട്ട് റാപ്പറൊക്കെ ആയിരിക്കാം, പക്ഷെ ഒരു റാപ്പിംഗ് സ്റ്റൈലിൽ വന്നിട്ട് കുറെ ഡയലോഗ് അടിച്ചിട്ട് നടുവിരലൊക്കെ ഉയർത്തി കാണിച്ചിട്ട് നീ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന പറയുമ്പോൾ നല്ല ശുദ്ധ അഹങ്കാരമാണ്. മലയാളികൾക്ക് വേറെ പ്രത്യേകതകളുണ്ട് ഡപ്സി. മലയാളികൾക്ക് ഒരുത്തനെ വളർത്തി മുകളിൽ കൊണ്ട് വെക്കാൻ അറിയാമെങ്കിൽ അതുപോലെ ചവിട്ടി താഴ്ത്താനും അറിയാം. അപ്പൊ അഹങ്കാരം ഒന്നിനും നല്ലതല്ല.